ഔസേപ്പച്ചൻ സ്വന്തം മകനെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടായിട്ടും ഔസേപ്പച്ചൻ വിട്ടില്ല. അവനെങ്ങനെയെങ്കിലും ഈ കലാമേഖലയിൽ പ്രവർത്തിച്ചാൽ മതി എന്നുള്ളതാണ്. ഔസേപ്പച്ചനാണെങ്കിൽ അവനെ നിന്ന് പഴയ്ക്കാൻ സമ്മതിക്കില്ല. ചിലർ ചോദിക്കുന്നത് അപ്പൻ്റെ ബാധ കൂടിയോ ഔസേപ്പച്ചൻ? പപ്പയ്ക്ക് രണ്ട് കാര്യത്തിൽ ഒരു കാര്യം ചൂസ് ചെയ്യാൻ പാടുള്ളൂ. വെദർ ഇറ്റ് ഈസ് മ്യൂസിക് ഓർ ഫാമിലി, വാട്ട് വിൽ യു ചൂസ്? അത് അമ്മയ്ക്ക് വേണ്ടി ചോദിച്ചൊരു ചോദ്യം കേട്ടാ. ഒരു വല്ലാത്ത ചോദ്യം. അവൻ വളർന്നിരിക്കണം. ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അപ്പന്മാരും മക്കളെ പേടിക്കണം. അതെ, പേടി തുടങ്ങേണ്ട സമയമായിരിക്കണം ഔസേപ്പച്ച. ആ ചോദ്യത്തിൽ മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മള് ആരെ ചൂസ് ചെയ്താ ചോദിക്കണേ. അതെ അതെ, ആരെ ചൂസ് ചെയ്യും? അതിലൊരു അധികാരത്തോടു കൂടിയുള്ള ചോദ്യമാണത്. ഉത്തരം പറഞ്ഞിരിക്കണത് വിളിക്കൊരു നിഷ്ഠയുണ്ട്. അതെ അതെ, ഉത്തരം അതിന് ബുദ്ധിമുട്ടില്ലല്ലോ. എനിക്ക് എൻ്റെ ലൈഫിൽ സംഗീതമില്ലാത്തൊരു കുടുംബവും ഇല്ല, കുടുംബമില്ലാത്തൊരു സംഗീതവും ഇല്ല. അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് തന്നെ ഔസേപ്പച്ചനെ വിടാൻ പോവാണ്. അത്ര നയന്ത്ര ജാതി. ഇത് വേർതിരിക്കാൻ പറ്റാത്ത അത്രയും. ഇത് ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം എൻ്റെ ഒരു പാട്ടിൻ്റെ സൃഷ്ടി തുടങ്ങി അവസാനം വരെ എൻ്റെ ഫുൾ കുടുംബം എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഔസേപ്പച്ചൻ്റെ കുടുംബമാണോ ആദ്യം അല്ലെങ്കിൽ സംഗീതമാണോ ആദ്യം എന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ അഗാധതയിൽ സംഗീതമെന്ന് ഔസേപ്പച്ചൻ പറയും. സംഗീതത്തെ വരിച്ച ശേഷമല്ലേ കുടുംബത്തെ ഉണ്ടായത്. അതെ, ഒരുപക്ഷെ മകന് വിഷമം വരാതിരിക്കാൻ വേണ്ടിയാണ് ഔസേപ്പച്ചൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ മകൻ്റെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് പോലും സംഗീതത്തെ വിട്ടിട്ട് പെണ്ണ് കാണാൻ പോലും പോകാത്ത ആളാണ് ഈ ഔസേപ്പച്ചൻ. ശരിയല്ലേ ഔസേപ്പച്ച? സാഹചര്യം അങ്ങനെ വന്നു. സാഹചര്യമാണ് സംഗീതം. നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു പാട്ട് ഔസേപ്പച്ചൻ പാടിക്കൊണ്ട് നമുക്ക് അവസാനിക്കും. അഴലിൻ്റെ യാഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. അഴലിൻ്റെ യാഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. നിഴൽ തീരതീരര തര 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 ലര തര